ഹലോ. നമ്മൾ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ആപ്റ്റായിട്ടുള്ള കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റഡിയാണ് കളർ തിയറി. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കാണണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമ്മൾ കളർ തിയറിയിൽ കളേഴ്സ് എങ്ങനെയാണ് കോമ്പിനേഷൻ ഓർ കമ്പൈൻ ചെയ്യുന്നതെന്നാണ്. അപ്പം കളർ വീലിൻ്റെ ബേസിൽ പല രീതിയിൽ നമുക്ക് കളർ കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് ടൈപ്പ് വരുന്നത് മോണോക്രോമാറ്റിക്. ഒരു കളർ മാത്രം ഡിഫറെൻറ്റ് ടോണിലോ ഷെയ്ഡിലോ യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യുന്നതാണ് ഈ കോംബോ. അതായത് അതൊരു എലഗൻ ലുക്കായിരിക്കും, ക്ലാസി ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും, ഒരു കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടോൺസ് ആയിട്ട്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് അനലോഗ് കോമ്പിനേഷനാണ്. അപ്പം രണ്ട് കളേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന കളറും ലെഫ്റ്റും റൈറ്റും വരുന്ന കളറും ചൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു യെല്ലോ പ്ലസ് ഗ്രീൻ ആണെങ്കിൽ യെല്ലോ ഗ്രീനും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇത്. ചില സമയത്ത് നമുക്ക് മോണോക്രോമാറ്റിക് ഫീലും വരും. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫീൽ കിട്ടാൻ, പിന്നെ കിഡ്സ് വെയർസിൽ ഡെയിലി വെയർസിലൊക്കെ നല്ല ആപ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇത്. പിന്നെ കളർ വീലിൽ നെക്സ്റ്റ് ആണ് കേട്ടോ ഇത് വരിക. അടുത്തടുത്തായിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്താലാണ് അനലോഗ് കോമ്പിനേഷൻസ് കിട്ടുക. തേർഡ് വൺ പറയുന്നത് കോംപ്ലിമെൻ്ററി കളേഴ്സാണ്. ഇപ്പോൾ കളർ വീലിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരിക. അതായത് ഇപ്പോൾ നമ്മൾ റെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഗ്രീനാണ് ഇതിന് കോമ്പിനേഷൻ കൊടുക്കുക. ബ്ലൂ ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് പാർട്ടി വെയർസിനൊക്കെ ആണ് ഇത് ചൂസ് ചെയ്യുക. പിന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസും അതും അധികവും ഈ ഒരു കോംപ്ലിമെൻ്ററി കളേഴ്സിലാണ് ചൂസ് ചെയ്യാറ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി ആണ്. അതായത് ഒരു കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ കോംപ്ലിമെൻ്ററി. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഉള്ളത് എടുക്കാതെ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന കളേഴ്സ് ചൂസ് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി എന്ന് പറയാം. അപ്പോൾ ഇത് യൂത്ത് സ്റ്റൈലിന് മോഡേൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഫിഫ്ത്തും സിക്സ്ത്തും സെവൻത്തും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. കൂടാതെ ഇതിൻ്റെ കൂടെ വരുന്ന എങ്ങനെയൊക്കെയാണ് കളർ ചൂസ് ചെയ്യുക എന്നുള്ള ടിപ്സും ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ഓൺലൈനിൽ സ്റ്റിച്ചിങ് ക്ലാസ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഒരു ഷോർട്ട് വീഡിയോയിൽ ഇത്രയൊക്കെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പാർട്സ് ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ.